ഹലോ, ഈ ബാഗ് കണ്ടിട്ടേ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഇത് മേടിച്ചതല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒരുപാട് സമയം എടുത്തായിരുന്നു. കാര്യം ആ സമയത്ത് എനിക്ക് ക്രോഷ്യനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എങ്ങനെയാണ് ക്രോഷ്യ ചെയ്തു തുടങ്ങി, ക്രോഷ്യ പഠിച്ചതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാവേ. സോ വെൽക്കം ടു മൈ ക്രോഷ്യറ്റ് ജേർണി. എൻ്റെ പേര് രാഗേന്ദു എന്നാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് വന്നത് കേട്ടോ. പുതിയ സ്ഥലം, പുതിയ ജീവിതം. ഞങ്ങളെ കംപ്ലീറ്റ്ലി ഒരു അറേഞ്ച്ഡ് മാരേജുമായിരുന്നു. കുറേ ജോലിയൊക്കെ നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് ബോറടിച്ച്, എനിക്കാണെങ്കിൽ ഓവർ തിങ്കിങ്ങിൻ്റെ അസുഖമുണ്ട്. ആലോചിച്ച് കൂട്ടി കരച്ചിലും ബഹളമൊക്കെ ആയി മനസ്സിനൊരു സമാധാനം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് ക്രോഷ്യ പഠിക്കുക എന്നുള്ളൊരു ഇതിൽ വന്നത്. ക്രോഷ്യ പഠിക്കണമെന്ന് പണ്ട് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഞാൻ ചെറുതിലോട്ട് ചെറിയ രീതിയിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് ഹാമ്പർ ബോക്സൊക്കെ ചെയ്ത് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിൽ യൂട്യൂബ് നോക്കി പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. എവിടെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം എന്ന ഒരു ഐഡിയയും യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ. കുറേ തെറ്റി, കുറേ മിസ്റ്റേക്ക് പറ്റി, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവസാനം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഓരോ ഓൺലൈൻ ക്ലാസ് എടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ്സിൽ അതിലും വലിയ പരാജയമായിരുന്നു. പരാജയം എന്ന് പറയാനുള്ള കാരണം ഞാൻ തന്നെ കേട്ടോ. എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഓരോ വട്ടം ചെയ്ത് നോക്കും, തെറ്റും, പിന്നെയും ചെയ്ത് നോക്കും, പിന്നെയും തെറ്റും. ടീച്ചർക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കണ്ണീച്ചോറി ഉണ്ടായില്ല. അഴിച്ച് പണിത് ആ ഗ്രൂപ്പിൽ എൻ്റെ അത്ര അഴിച്ച് പണിതേക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. എപ്പോൾ ഞാനിട്ടാലും ടീച്ചർ പറയും റിപ്പീറ്റ്. അങ്ങനെ പുള്ളിക്കാരത്തെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ബേസിക്സ് എല്ലാം പഠിച്ചു. ഞാൻ അഴിക്കും റിപ്പീറ്റ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരത്തി കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ വീണ്ടും ചെയ്യിപ്പിച്ച്. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെറിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. പുറത്തൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഹെയർ ബാൻഡ് ഉണ്ടാക്കി, പല മോഡൽസ് ക്രോഷ്യറ്റ് ക്ലിപ്പുകൾ ഉണ്ടാക്കി, കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഉണ്ടാക്കി, അങ്ങനെ ബാഗുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ധൈര്യമായി ക്രോഷ്യ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനൊരു കോഴ്സ് തുടങ്ങി. അപ്പോൾ എൻ്റെ കോഴ്സിലെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് റിവ്യൂ നോക്കാവേ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ക്രോഷ്യ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി സ്റ്റിച്ചസ് ഒക്കെ ഉള്ളത്. പക്ഷേ ആ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ മാമിക്ക് ഓരോ സ്റ്റിച്ചസ് പറയണം, അത് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെയും ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ അത് പറ്റില്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചിപ്പം മാമിനിപ്പോൾ കാണിച്ചു കൊടുത്തു, മാം അതിൻ്റെ സ്റ്റിച്ചസ് റെഡി ആയിട്ടില്ല എന്ന് പറയുന്നതാണ് പിന്നെ അത് ചെയ്യുന്നത്. യൂട്യൂബ് ആകുമ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കുമ്പോൾ അത് പറ്റില്ല. എന്നാലും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. കാരണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് അത് പകുതിക്കൊക്കെ പോകുന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എല്ലാവരും ഈ 2 മാസം ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള അതിനായിട്ട് ഫുൾ ടൈം അതിൽ തന്നെയാണ് നൽകിയിട്ട് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മോൾക്ക് ബാഗ് ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ സൺഫ്ലവറും ചെയ്ത് നോക്കിയിട്ടില്ല. സൺഫ്ലവറും ഉണ്ട് ചെയ്യാൻ. അപ്പോൾ മാമ തന്നെ ബാഗ് ഇത് 2 കൂടെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ആണ് നമുക്കൊരു എന്തായാലും മാമിൻ്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. മക്കൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാമ ക്ലിയർ ചെയ്ത് കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് നഹമിയ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ദ യാർഡൂം ക്രോഷ്യ ഓൺലൈൻ ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഒരു ക്രോഷ്യ ബിഗിനർ ആയിരുന്നു. എനിക്ക് ക്രോഷ്യ യാർഡിനെ പറ്റിയോ ടൂൾസിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ പിന്നെ എനിക്ക് ക്രോഷ്യനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു തരും. ഈ ക്ലാസ് നടത്തുന്ന മിസ്സിന് ഒത്തിരി താങ്ക് യു. ഇതെൻ്റെ കോഴ്സിൻ്റെ പ്ലാനാണ്. ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാം കേട്ടോ. നമ്മളത് കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സാണ്. എന്നെപ്പോലെ തന്നെ ക്രോഷ്യനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് തുടക്കത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, മാജിക് റിങ്, അങ്ങനെയുള്ള ബേസിക് എല്ലാ സ്റ്റിച്ചസും പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റിച്ചസ് മാത്രമല്ല, ഇതുപോലെ തന്നെ സ്റ്റിച്ചസ് കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം പ്രോജക്റ്റുകൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോസ് മാത്രമായിട്ടല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ക്ലാസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ആക്സസ് ആയിരിക്കും ഉണ്ടാവുക. മലയാളം ക്ലാസ്സാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും. എന്ത് ഡൗട്ട് വന്നാലും നമ്മളത് ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തൊക്കെ തരം ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ആര് പറഞ്ഞു തരും? ആ ഒരു സാധനമായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാകുന്നത്. എൻ്റെ ക്ലാസ്സിൽ
നമുക്ക് വാട്സപ്പ് ത്രൂ തന്നെ നമ്മൾ ഡൗട്ട്സ് എല്ലാം അപ്പോൾ ക്ലിയർ ചെയ്യാറുണ്ട്. ഇനി എന്നിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മീൻസ് എന്നെപ്പോലെ ഒരു എത്തും പിടിയും കിട്ടാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതുപോലത്തെ ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ക്രോഷറ്റ് ഒരു സ്കില്ല് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, നമ്മുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാനായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്ങിനെ കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ക്രോഷറ്റ് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ക്രോഷറ്റ് പഠിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ആഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ കൊടുക്കുന്നൊരു സർവീസ് കുറച്ചധികം ആൾക്കാരിലോട്ട് എത്തിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ക്രോഷറ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്രോഷറ്റ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്